യുദ്ധമെന്നത് ആയുധം വെച്ചുള്ള ആക്രമണം മാത്രമല്ല. ആ ആക്രമണത്തിൻ്റെ പിന്നിലെ ഒരുപാട് നുണകളുമുണ്ട്. ആ നുണകൾ നന്നായി ആർക്കാണോ പ്രചരിപ്പിക്കാനുള്ള മീഡിയ ഹാൻഡിലുകളുള്ളത് അവരത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആക്രമിക്കുന്നതിന് മുമ്പ് ഈ അക്രമകാരിയെ വളരെ ദുഷ്ടനും നീചനും നികൃഷ്ടവുമാക്കാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തെ അങ്ങനെ ആക്കാൻ ഒരുപാട് ശ്രമങ്ങൾ അതിൻ്റെ പേരിൽ നടത്തും. ആക്രമിച്ചു കഴിഞ്ഞാലോ തങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്നും മറ്റുള്ളവർക്കാണ് മുഴുവൻ സംഭവിച്ചതെന്നും ഒക്കെ പറഞ്ഞും പരത്തും. പക്ഷേ ഒടുവിൽ കുറേശ്ശെയായി സമ്മതിക്കേണ്ടി വരും. ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഈ പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയിയെ ആക്രമിച്ചു, പരിക്ക് പറ്റി, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ അമേരിക്കയും ഇസ്രയേലും പറഞ്ഞപ്പോൾ ഇറാൻ സമ്മതിച്ചു. തങ്ങളുടെ പരമോന്നത നേതാവ് മരണപ്പെട്ടുവെന്നും ഷഹീദായെന്നും സമ്മതിക്കുകയും അത് ലോകത്തോട് പറയുകയും ചെയ്തതുകൊണ്ട് അത് വാസ്തവമായി സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ മറുവശത്തുണ്ടാകുന്ന ആൾനാശവും നഷ്ടവും ഒന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ യുദ്ധത്തിൻ്റെ വീരനും വീരശൂര പരാക്രമിയുമൊക്കെയായ നെതന്യാഹു ഈ AI നിർമ്മിതമാണ് എന്ന വലിയ തമാശ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആക്രമിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. വെറുതെ ഇസ്രയേലിൻ്റെ ഓഫീസ് ആക്രമിച്ചു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആക്രമിച്ചു എന്ന് ഒരു രാജ്യവും യുദ്ധത്തിൽ പറയില്ല. ആക്രമിച്ചു എന്നുള്ളത് അവർ സത്യസന്ധമായും സൂചിപ്പിച്ചതാണ്. പക്ഷേ അവിടെ ഇദ്ദേഹം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ളതാണ് വിഷയം. ആത്മവിശ്വാസത്തോടെ അവിടെ ഇരിക്കാൻ തക്ക പ്രതിരോധം തങ്ങൾക്കുണ്ടെന്ന് വിശ്വസിച്ച് അവിടെ ഇരുന്നോ, അതോ ബങ്കറിലായിരുന്നോ, അതല്ലെങ്കിൽ ഒരു വിമാനമോ മറ്റോ ജർമ്മനിയിൽ കൊണ്ടിട്ടിട്ടുണ്ട് അവിടെയാണോ ഉള്ളത്? ഇങ്ങനെ പല ചർച്ചകളായിരുന്നു അന്ന് നടന്നത്. ആള് ധൈര്യവാനാണ്, വീരശൂര പരാക്രമിയാണ്, അയൺ ഡൂമുള്ള രാജ്യത്തെയാണ്. ലോക പോലീസ്, ട്രംപ് എല്ലാ സർവായുധങ്ങളുമായി സംരക്ഷിക്കാനുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ബങ്കറിനുള്ളിൽ ചട്ടിയിൽ കാര്യങ്ങൾ സാധിക്കുന്ന നിലയിലേക്കാണ് എത്തുന്നത്. എന്നാൽ മറുവശത്ത് തെരുവിൽ നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയും സുരക്ഷാ ഉപദേഷ്ടാവിനെയൊക്കെ കാണാം ഖുദ്സിൻ്റെ റാലിയിൽ. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളാണ് ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്നത്. ആ ദുരൂഹത നീക്കാൻ പലതും അവതരിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഗതികേടിലാണ് ഇസ്രയേൽ എത്തി നിൽക്കുന്നത്. എന്നുവെച്ചാൽ ആദ്യം ഒരു പത്രസമ്മേളനം പുറത്തുവിട്ടു. അതിൻ്റെ സൗണ്ടും ക്രമീകരണവും ചിത്രീകരണവും കേട്ടാൽ ഏത് കണ്ണ് കാണാത്തവർക്കും ചെവി കേൾക്കാത്തവർക്കും തൊട്ടു നോക്കി പറയാം അത് ഒറിജിനൽ അല്ല എന്ന്. ഉടൻ തന്നെ നെറ്റിസൻസ് ആ കൈകളിലുള്ള 5 വിരലുകൾക്ക് പകരം 6 വിരലുകൾ കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചിട്ടും ആ വിഷയം തീർന്നില്ല. വീണ്ടും പുതിയ ഒരു സംഗതി ഇറക്കി. ആ ഇറക്കിയതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും സവിശേഷമായ ഒരു ജെറ്റ് റീഫ്യൂവലറുണ്ട്. KC-135 ഏരിയൽ റീഫ്യൂവലിംഗ് ടാങ്കർ എന്നറിയപ്പെടുന്ന US-ൻ്റെ വലിയ അഭിമാന വിമാനമാണ്. അന്തരീക്ഷത്തിൽ വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന വലിയ കെങ്കേമൻ. അതിനെ ഇറാഖിൽ പൊട്ടിച്ചങ്ങിട്ടിരുന്നു. തകർന്നു പോയതാണ്, തകർത്തതാണെന്ന് പറയാനുള്ള മടികൊണ്ട്. എന്നിട്ട് സർവീസ്മാന്മാരിൽ 2 പേർക്ക് പരിക്ക് പറ്റി, 3 പേർക്ക് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അതിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടു. അവരുടെ പേരും വയസ്സും ഒന്ന് വായിക്കാം. മേജർ ജോൺ A. ക്ലിനർ 33, ക്യാപ്റ്റൻ അരിയാന G. സാവിനോ 31, ടെക്നിക്കൽ സർജൻറ്റ് ആഷ്ലി B. പ്രുട്ടു 34, ക്യാപ്റ്റൻ സേത്ത് R. കോവൽ 38, ക്യാപ്റ്റൻ കേർട്ടിസ് J. ആങ്സ്റ്റ് 30, ടെക്നിക്കൽ സർജൻറ്റ് H. സിമ്മൺസ് 28. എത്ര വർഷം ജീവിച്ചു ഇവരൊക്കെ? ആകെ 28ഉം 30ഉം വയസ്സ് മാത്രം ജീവിച്ച രാജ്യസ്നേഹികളെന്ന് അടയാളപ്പെടുത്തുമ്പോഴും ഒരു യുദ്ധവെറിയൻ്റെ ആ യുദ്ധവെറിക്കിരയായ മനുഷ്യരുടെ പ്രായമാണ് ഞാൻ വായിച്ചത്. ഇത് 2 രാജ്യങ്ങൾക്കുമുണ്ട്. എന്നാൽ സർവായുധഭൂഷനായി ഈ പറയുന്ന രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരുമ്പിടുമ്പോൾ, രംഗത്തിറങ്ങുമ്പോൾ ഇത് ഇങ്ങനെ സംഭവിച്ച് ഇത് പറയേണ്ടി വരുന്നത് സമ്മതിക്കാൻ ദിവസങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. നെതന്യാഹുവിലേക്ക് വന്നാൽ പല വീഡിയോകളും കാണിച്ച് അഭ്യാസം നടത്തുമ്പോഴും അവസാനമിറങ്ങിയ ചായകുടി വീഡിയോ, ആ ചായകുടി വീഡിയോ വളരെ കൃത്യമായി നെറ്റിസൻസ് പരിശോധിക്കുകയാണ്. ഒറിജിനൽ നെതന്യാഹുവും ന്യൂ നെതന്യാഹുവും 2 ചിത്രങ്ങളിലൂടെ നെറ്റിസൻസ് ഇത് പുറത്തുവിടുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിലെ ഓരോ സംഭവങ്ങളും എണ്ണി പറയുന്നു. ഒന്നാമത്തേത്, മുഖത്തിൻ്റെ അളവ് തെറ്റ്, മുഖത്ത് പാടുകളില്ല, മൊത്തം പ്ലെയിൻ ഫേസായിപ്പോയി. 2, കളർ ടോൺ പുരുകം, ആഡൻ സാപ്പിൾ ഏരിയ, ചുണ്ടുകൾ എന്നിവ ഒറിജിനൽ മുഖവുമായി ബന്ധമില്ല.
നിരവധി AI ആൾമാർക്കുകൾ വീഡിയോയിൽ AI ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടെത്തി. പ്രത്യേക പല്ലുകൾ ഒറിജിനൽ പല്ലുകളുമായി ഒരു ബന്ധവുമില്ല. കുടിക്കുന്ന ക്യാpuchino കപ്പിൽ ഒരു തുള്ളി പോലും കുറയുന്നില്ല. വായിലേക്ക് വലിച്ച കോഫി ഇറക്കുന്നതായി വീഡിയോയിലില്ല. വായിലൊഴിച്ച ഉടനെ സംസാരിച്ചു തുടങ്ങി. അത് ഫേക്ക് സിപ്പാണെന്നാണ് പറയുന്നത്. കോഫി കപ്പിൽ പിടിച്ചിരിക്കുന്ന വിരലുകളിലെ ഹാൻഡ് ജസ്റ്റർ ശ്രദ്ധിച്ചാൽ അത് AI മോർഫിംഗ് ആണെന്ന് ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവും. കയ്യിലെടുക്കുന്ന കോഫി തുളുമ്പിപ്പോകും മുമ്പേ കപ്പിലേക്ക് സിനിമാറ്റിക്കായി തിരിച്ചു കയറുന്നു. സംസാരിക്കുന്ന സൗണ്ട് ഏതോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്രാക്ക്ഡ് സൗണ്ടാണെന്ന് സൗണ്ട് ബൗൺസ് ചെയ്യുന്നതും ഒറിജിനൽ സൗണ്ട് മാച്ചിങ്ങും കേട്ടാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ അവർ കണ്ടെത്തിയിരിക്കുന്ന പ്രധാന പോയിൻ്റായി AI പറയുന്നത് ഇത് നിർമ്മിച്ചത് നെതന്യാഹുവിൻ്റെ അതേ ഉയരവും തൂക്കവുമുള്ള ഒരു നടനെ മാസ്ക് ചെയ്യിപ്പിച്ചാണ്. പിന്നീട് ഫേസ് AI ഉപയോഗിച്ച് സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഡീപ്പ് ഫേക്കായി എഡിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് AI ഡിറ്റക്ടർ 18% ഫേക്കാണെന്ന് പറയുന്നത്. ഇനി 3 സാധ്യതകളാണുള്ളത്. ഒന്ന്, മാർച്ച് 11 ആക്രമണത്തിൽ അദ്ദേഹം മരിച്ചു. അല്ലെങ്കിൽ അതേ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം കടുത്ത കോമയിലാണ്. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു രാജ്യത്ത് സുരക്ഷിത ഇടത്ത് പേടിച്ച് വിറച്ച് ഏതോ ബങ്കറിൽ ഇരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനും കരുത്തനും സംവിധാനവുമൊക്കെയുള്ള ആളാണ് തൻ്റെ സാന്നിധ്യം AIയിലൂടെ ലോകത്തെ അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇനി ഇതിനേക്കാൾ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ നിരന്തരം ട്വിറ്ററിൽ ബന്ധപ്പെടുന്ന ഒരാളാണ്. ആ ട്വിറ്ററിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ട്വിറ്റ് ഇന്നലെ നോക്കുമ്പോൾ കാണുന്നത് 7 ദിവസങ്ങൾക്ക് മുമ്പാണ്. അതായത് യേർ നെതന്യാഹു എന്ന് പറയുന്ന നെതന്യാഹുവിൻ്റെ മകൻ. അദ്ദേഹം അതിനുശേഷം ട്വിറ്റ് ചെയ്തിട്ടില്ല. എന്തായിരിക്കും കാരണം? കാത്തിരിക്കേണ്ടി വരും. ഏതായാലും സുഖകരമായി പുറത്ത് നിൽക്കുന്ന ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ നെതന്യാഹു ഇല്ല എന്നതാണ് സത്യം. ബാക്കി കാര്യങ്ങൾ വഴിയേ അറിയാം.